ഹായ് ഫ്രണ്ട്സ്, മലു ട്രാവൽ റിഗാർഡ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡ് റൂട്ട് 1-ൽ മൂന്നാറിൽ നിന്നും ടോപ്പ് സ്റ്റേഷൻ വരെയുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഇന്നത്തെ എപ്പിസോഡായ റൂട്ട് 2-ൽ നമ്മൾ മൂന്നാറിൽ നിന്നും കാന്തല്ലൂർ വരെയുള്ള കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണുക. ഇന്നത്തെ പ്ലാൻ അനുസരിച്ച് നമുക്ക് ആദ്യം ടി മ്യൂസിയം കാണാം. ഒന്ന് പ്ലസ് ക്യാമറ. ആദ്യം കാണുന്നത് 1913 നിർമ്മിച്ച സൺഡെയിലാണ്. അന്നത്തെ കാലത്ത് ഈ സ്കെയിലിലെ നിഴൽ നോക്കിയാണ് സമയം അറിഞ്ഞിരുന്നത്. മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ മൂന്നാറിലെ ആദ്യത്തെ ട്രെയിനിൻ്റെ ചക്രങ്ങളും എഞ്ചിൻ പാർട്സും കാണാം. പിന്നെ പണ്ട് വേട്ടയാടിയ മൃഗങ്ങളുടെ തലയൊട്ടികൾ കാണാം. അടുത്ത് നമുക്ക് പ്രധാന സെക്ഷനായ ഡോക്യുമെൻ്ററി കാണാൻ പോകാം. മൂന്നാറിൻ്റെ ചരിത്രം കാണിക്കുന്ന ഈ ഡോക്യുമെൻ്ററി ആരും കാണാതെ പോകരുത്. ഡോക്യുമെൻ്ററിയിൽ കണ്ട അതേ ഹിസ്റ്റോറിക്കൽ ഫോട്ടോസ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ പണ്ട് ഉപയോഗിച്ചിരുന്ന പ്രോപ്പർട്ടീസാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമുക്ക് തേയില ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾക്ക് ചായ ഉണ്ടാക്കുന്ന മുഴുവൻ പ്രക്രിയയും കാണിച്ചു തരുന്നതാണ്. ഇതാണ് ടീ സെയിൽസ് ഔട്ട്ലെറ്റ്. ഇത് മഗ് പ്രിന്റിംഗ് യൂണിറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. മ്യൂസിയത്തിനോട് ചേർന്ന് ഹാങ്ങിങ് ബ്രിഡ്ജുള്ള ഒരു മിനി ടീ പ്ലാന്റേഷൻ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അടുത്ത ഇരവിക്കുളം നാഷണൽ പാർക്കിലോട്ടാണ് പോകുന്നത്. പാർക്കിങ്ങിലെത്തി ഇനി കൗണ്ടറിലോട്ട് പോകാം. ഞാൻ രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയുള്ള സ്ലോട്ടാണ് ബുക്ക് ചെയ്തത്. ഓൺലൈൻ ബുക്കിങ്ങിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ആദ്യം ഇവിടെയാണോ ടിക്കറ്റ് എക്സ്പീരിയൻസാണ്. പുതിയതായിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. അതെ, ആദ്യം ഇതാണോ? ഇത് കാണുന്നത് ഇത് സെപ്പറേറ്റ് ഒരാളിന് 100 രൂപയാണ്. ഓൺലൈൻ ടിക്കറ്റ് സ്കാൻ ചെയ്തു. നമുക്ക് ആദ്യം സഫാരിക്ക് പോയിട്ട് വരാം. 10 മിനിറ്റ് യാത്രയേ ഉള്ളൂ. അത്രേ ഉള്ളൂ. 4 കിലോമീറ്റർ. ദക്ഷിണത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൗണ്ടൻ ആനമുടിയാണ്. ആ കാണുന്നത്. അതിന്റെ ഉയരം 8841 അടിയാണ് സമുദ്രനിരപ്പിൽ നിന്ന്. 8841 ഫീറ്റ് അബോവ് സീ ലെവൽ. ആനമുടിയുടെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്, വരയാട് കാണാൻ പോകുന്നത്.
ഇവിടെ 2 ഹെയർ പിൻ വളവുകളാണ് ഉള്ളത്. രാജമലൈ വാട്ടർഫാൾ. രാജമലൈ വാട്ടർഫാൾ. ആദ്യം നമുക്ക് സ്റ്റോറി ഓഫ് പാർക്ക് കണ്ടിട്ട് പോകാം. തുടക്കത്തിൽ തന്നെ പാർക്കിങ്ങിൻ്റെ ഹിസ്റ്ററി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ പാർക്കിലെ പക്ഷികളുടെയും മൃഗങ്ങളുടെയും പൂക്കളുടെയും വൃക്ഷങ്ങളുടെയും ഫോട്ടോ അടങ്ങിയ വിവരണമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ നാഷണൽ പാർക്കിൽ നമുക്ക് പോകാൻ അനുവാദമുള്ള ഇടങ്ങളിൽ വരയാട്, മലയണ്ണാൻ, കീരി എന്നീ മൃഗങ്ങളെയും പിന്നെ പലയിനം പക്ഷികളെയും കാണാൻ സാധിക്കും. കരടി, കുറുക്കൻ, പുള്ളിപ്പുലി, കടുവ, കാട്ടുനായ്, കാട്ടുപൂച്ച, മുള്ളംപന്നി എന്നീ മൃഗങ്ങളെ പാർക്കിലെ ശോലവനങ്ങളിലാണ് ഉള്ളത്. അവിടെ നമുക്ക് പ്രവേശനമില്ല. അടുത്ത് നമുക്ക് പാർക്ക് കാണാൻ പോകാം. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ നടക്കണം. 1 കിലോമീറ്റർ. അങ്ങനെ ആദ്യത്തെ വരയാടിനെ കണ്ടു. കുന്നുകൾ മഞ്ഞൾ മൂടിക്കിടക്കുന്നത് കാണാം. അടുത്ത് 2 വരയാടിനെ ഇവിടെ കാണാം. ഇവിടെ ഒരു കൂട്ടം വരയാടുകളെ കാണാം. വംശനാശം നേരിടുന്ന വരയാടിൻ്റെ ലോക ജനസംഖ്യയിൽ പകുതിയും ഈ നാഷണൽ പാർക്കിലാണ് ജീവിക്കുന്നത്. കുറിഞ്ഞി ഗാർഡൻ. ഇവിടെ പൂക്കളൊന്നുമില്ല. നീലക്കുറിഞ്ഞി ഇനി 2030 പൂക്കുകയുള്ളൂ. അതുവരെ കാത്തിരിക്കുക. നമ്മളിപ്പോൾ ലാസ്റ്റ് പോയിന്റിലാണ് നിൽക്കുന്നത്. ഇതുവരെ നമുക്ക് കയറാൻ അനുവാദമുള്ളൂ. ഇനി തിരിച്ചിറങ്ങാം. നമ്മളിപ്പോൾ ബേസ് ക്യാമ്പിലെത്തി. ആൾക്കാരടുത്ത് സഫാരി ബസ് കാത്തു നിൽക്കുകയാണ്. കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു. വരയാടല്ലാതെ വേറെ ഒരു മൃഗത്തെ അവിടെ കണ്ടില്ല. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അടുത്ത് നമുക്ക് ലക്കം വാട്ടർഫാൾസ് കാണാൻ പോവാം. ഇത് കണ്ണൻ ദേവൻ ഹിൽ വ്യൂ പോയിന്റ് ആണ്. ഇവിടെ തേയിലയില പ്ലക്കിംഗ് ചെയ്യുന്നത് കണ്ട് നിർത്തിയതാണ്.
ഈ കാണുന്നത് 8th മൈൽ വ്യൂ പോയിന്റ് ആണ്. ലക്കം ഫാൾസ് എത്തി. കുളിക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി അവിടുത്തെ കാഴ്ചകൾ കാണാം. ഒരാൾക്ക് 50 രൂപയാണ്. ഒരു ടിക്കറ്റ്. ഇവിടെ ഡ്രസ്സിംഗ് റൂമാണ്. വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ നിറച്ച ആൾക്കാരുണ്ട്. ഞാൻ കുളിക്കാൻ പോയിട്ട് വരാം. ഞാൻ കുളിച്ച് കഴിഞ്ഞ് ഇനി തിരിച്ചു പോവുകയാണ്. ഇവിടെ റോഡിൽ വണ്ടികൾ ഫുൾ ബ്ലോക്കായി കിടക്കുകയാണ്. ഡ്രസ് ചേഞ്ച് ചെയ്ത് റെഡിയായി. ഇനി അടുത്ത് നമുക്ക് ചന്ദനാനത്തിൽ കൂടി കടന്ന് കാന്തല്ലൂരിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് ആനക്കുട്ടപ്പാറയും മറയൂർ ഷുഗർ കെയിൻ ജാഗറി ഫാക്ടറിയും കാണാം. പോകുന്ന വഴിയിൽ ഗുൽമോഹർ വൃക്ഷം കണ്ട് നിർത്തിയതാണ് ഞാൻ. തേയിലത്തോട്ടത്തിൽ ചുവന്ന പൂക്കൾ പൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഈ മരത്തിന്റെ പ്രത്യേകത വേനൽക്കാലത്താണ് പൂക്കുന്നത്. ഈ കാണുന്നതാണ് വാട്ടർഫോൾ വ്യൂ പോയിന്റ്. അങ്ങ് ദൂരെ മലമുകളിൽ നിന്നും വെള്ളം ഒഴുകുന്നത് കാണാം. ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മറയൂർ ചന്ദനവനത്തിന്റെ ഉള്ളിൽ കൂടിയാണ്. ആനക്കൂട്ടപ്പാറ വ്യൂ പോയിന്റ് എത്തി. എൻട്രി ഫീസ് 20 രൂപയാണ്. ഇവിടെ നിന്ന് നമുക്ക് മൂന്നാർ കുന്നുകളുടെയും മറയൂർ താഴ്വരയുടെയും മനോഹരമായ പനോരമിക് വ്യൂ കാണാം. ഇവിടെ റോഡരികിൽ കരിമീൻ തോട്ടം കാണാം. അടുത്ത് നമ്മൾ മറയൂർ ഷുഗർ കെയിൻ ജാഗറി ഫാക്ടറി കാണാനാണ് പോകുന്നത്. ശർക്കര ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ഇവിടെ കാണാം. ആവശ്യക്കാർക്ക് ഇവിടെ നിന്ന് ശർക്കര വാങ്ങാം.
നമുക്ക് സിപ്പ് ലൈൻ കണ്ടിട്ട് വരാം. ഒരാൾക്ക് 500 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. മഴ ശക്തമായി പെയ്യുന്നു. മഴ തീർന്നതിന് ശേഷം ഫ്രൂട്ട് ഫാമും ഭ്രമരം വ്യൂ പോയിന്റും കാണാം. മഴ തീർന്നു. നമുക്കിനി ഭ്രമരം വ്യൂ പോയിന്റ് അടുത്തുള്ള സ്ട്രോബെറി ഫാം കാണാം. ഇവിടെ സ്ട്രോബെറിയും കാബേജുമാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഫ്രൂട്ട് സീസൺ അല്ലാത്തതിനാൽ ഒരു മരത്തിലും പഴങ്ങളില്ല. നമുക്കിനി ഭ്രമരം വ്യൂ പോയിന്റ് കാണാൻ പോകാം. ഇവിടെ നിന്ന് ഏകദേശം 400 മീറ്റർ ഉള്ളിലേക്ക് പോകണം. എത്ര? നമുക്ക് ആദ്യം ഇവിടുത്തെ ട്രീ ഹൗസിൽ നിന്ന് കണ്ടു തുടങ്ങാം. കുത്തനെ മേലോട്ടുള്ള പടികളാണ്. ഇതിൻ്റെ മുകളിൽ നിന്നും പാർക്കിൻ്റെയും ചുറ്റുമുള്ള മലകളുടെയും മനോഹരമായ 360 വ്യൂ കാണാം. ആ താഴെ കാണുന്ന വഴിയിൽ കൂടിയാണ് നമുക്ക് ഭ്രമരം വ്യൂ പോയിന്റിലേക്ക് പോകേണ്ടത്. രണ്ടാമത്തെ ട്രീ ഹൗസിലേക്കാണ് പോകുന്നത്. ഇവിടെയും കുത്തനെയുള്ള പടികളാണ്. പക്ഷേ ആദ്യത്തെ ട്രീ ഹൗസിനേക്കാളും വളരെ എളുപ്പമാണ് ഇവിടെ കയറാൻ. ഇവിടെ നിന്നും നമുക്ക് മനോഹരമായ 360 വ്യൂ കാണാം. അടുത്ത് നമുക്ക് ഭ്രമരം വ്യൂ പോയിന്റിലേക്ക് പോകാം. പോകുന്ന വഴിയിൽ വിശ്രമിക്കാനുള്ള സൗകര്യം തന്നിട്ടുണ്ട്. മേഘം മൂടിയ മലകൾ എന്ത് ഭംഗിയെ കാണാൻ. ഇവിടെ മേഘം മൂടി നിൽക്കുകയാണ്. സൺസെറ്റ് കാണാനുള്ള ഒരു ചാൻസും ഇല്ല. അടുത്ത മഴയ്ക്കുള്ള സമയമായെന്ന് തോന്നുന്നു. മഴയ്ക്ക് മുമ്പേ ഞാൻ തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത്. വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ടതിന് നന്ദി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കൊടൈക്കനാലിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.